ഹായ് മുക്യാബ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അങ്ങനെ നമ്മൾ നാട്ടിലെ വാസം കഴിഞ്ഞു തിരിച്ചിവിടെ എത്തി. അപ്പോൾ എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. നമ്മുടെ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നു എങ്കിലും എല്ലാവരും സഹകരിച്ചു. ആ സഹകരണത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ എന്നോട് തൃശ്ശൂരുകാർക്ക് ചെറിയൊരു പരിഭവമുണ്ട്. അവിടെ നടത്താൻ പറ്റാത്തതിൽ നമ്മൾ പ്ലാൻ ചെയ്തതാണ്, പക്ഷേങ്കിൽ അവിടുത്തെ ചില അസൗകര്യങ്ങൾ നിമിത്തം നമുക്കത് നടത്താൻ പറ്റാതെ പോയി. നേരത്തെ അറിയിച്ചു തന്നെയാണ് നമ്മൾ ചെയ്തത്, പക്ഷേങ്കിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് പരിഭവം ഉണ്ടെന്ന്. പക്ഷേങ്കിൽ നമുക്ക് ഇനി അടുത്തൊരവസരത്തിൽ തൃശ്ശൂരുകാർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അടുത്ത നമുക്ക് ഉടൻ തന്നെ നമുക്കതിനൊരു ഒരു സംവിധാനം നമുക്ക് തൃശ്ശൂരുകാർക്ക് വേണ്ടി മാത്രം, വേറെ ആർക്കും ഇല്ല, തൃശ്ശൂരുകാർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. സമയ സന്ദർഭം അനുസരിച്ച് താമസിക്കാതെ തന്നെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞാൽ ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ചു. കുറച്ചൊക്കെ ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റി, കുറേ ആൾക്കാർ പെൻഡിങ്ങിൽ നിൽപ്പുണ്ട്. ആ സന്ദർഭം അനുസരിച്ച് അല്ലെങ്കിൽ അതിനകത്തിലെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്പർ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനകത്ത് കുറച്ച് പേരെ പുറത്താക്കി. അപ്പോൾ ആ ഗ്യാപ്പ് കിടപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കുറച്ച് പേരെ കൂടെ ഫില്ല് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കട്ടെ. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിന് താഴെ ഞാൻ അതിൻ്റെ നമ്പർ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്. കാരണം ഫ്രീ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ധാരാളം നമുക്കറിയാമല്ലോ, നേരത്തെ നമുക്കൊരു 2500 3000 പേരോളം നമ്മുടെ ഗ്രൂപ്പിൽ 2-3 ഗ്രൂപ്പിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീസ് വെച്ചത്. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് അല്ലേ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഫീസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വെച്ചത്. അപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക. ഓക്കെ, അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ സംസാരിച്ച് നമ്മൾ വഷളാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. അപ്പം കഴിഞ്ഞ ദിവസം വളരെ ഗംഭീരമായിട്ട് നമ്മുടെ US മാർക്കറ്റ് എല്ലാവരും കണ്ടാൽ അറിയാം. US മാർക്കറ്റ് വളരെ ഗംഭീരമായിട്ട് ഏകദേശം 1000 പോയിൻറ്റിന് മുകളിൽ ഇന്നലെ ക്ലോസിങ് നടത്തി. അപ്പം പലരും ഇൻബോക്സിൽ ചോദിച്ചിരുന്നു, എന്താണ് അതിൻ്റെ കാരണം, ഇത്രയും പെട്ടെന്ന് പറക്കാനുള്ള കാരണം എന്താണ്, നമ്മുടെ ഇന്ത്യയായിട്ടുള്ള ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് വല്ലതും ആണോ US മാർക്കറ്റ് പറക്കുന്നത്? പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല കാര്യം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ അവിടുത്തെ മിഷിഗൺ യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ US ഇൻഫ്ലേഷൻ റേറ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ പഠനം. മനസ്സിലായി പറഞ്ഞ്, ഏകദേശം 3.5 കുറയും. 4 ഇതിൻ്റെ ഒരു ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കൊളസ്ട്രോളിൻ്റെ ലൈൻ 220 എന്ന് പറയുന്നില്ലേ, 220 മുകളിലോട്ട് പോകുകയാണെങ്കിൽ ചെറിയ ചെറിയ അപകടമാണ്, താഴോട്ട് വേണമെങ്കിൽ സേഫ് ആണെന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് സാധാരണ ഒരു എക്കണോമി 4 ആണ് സാധാരണ ഇൻഫ്ലേഷൻ്റെ ഒരു ബോർഡറായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിനെ താഴെ നിൽക്കുമ്പോൾ എപ്പോഴും ആ ഒരു എക്കണോമി സ്റ്റേബിൾ ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം മിഷിഗൺ യൂണിവേഴ്സിറ്റിയുടെ പഠനപ്രകാരം 3.5 ഉള്ളൂ എന്നാണ്, കമ്മിങ് ഡേയ്സിൽ 3.5 വരത്തുള്ളൂ എന്നാണ് പഠനം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിക്കുന്നത്, അങ്ങനെയാകുമ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത, ഇൻഫ്ലേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും ഇല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ധാരാളം പണം മാർക്കറ്റിലേക്ക് വരും. അങ്ങനെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികളും പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പിന്നെ എന്താ പറയുന്നത് ജോലി സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാർക്കറ്റ് മുന്നിൽ കണ്ടാണ് ഇന്നലെ US മാർക്കറ്റ് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ പുറകിലത്തെ സംഭവം. മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയും എന്നുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന മീറ്റിങ്ങുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ മാർക്കറ്റിലേക്ക് ധാരാളം പണം ഒഴുകും എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിച്ചത്, ഇന്നലെ US മാർക്കറ്റ് പറഞ്ഞത്. അല്ലാതെ ഇന്ത്യയുടെ ഡീലുമായിട്ടുള്ള ബന്ധപ്പെട്ടല്ല ഇന്നലെ US മാർക്കറ്റ് പറഞ്ഞത്. ഓക്കെ, അടുത്ത കാര്യം. അപ്പോൾ ഇനിയിപ്പം എല്ലാവരും പിന്നെ ധാരാളം, പ്രത്യേകിച്ച് മലയാളം മീഡിയകളിൽ ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട് നമ്മളുടെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിന് കൂടുതൽ ഇതിന് കുറവ്, ഇന്ത്യ പറ്റിച്ചു, ഇന്ത്യയെ ചതിച്ചു, ഇന്ത്യക്ക് വൻ നഷ്ടം, അങ്ങനെയാണ് അമേരിക്കയ്ക്ക് വൻ ലാഭം എന്നൊക്കെ പറഞ്ഞ് ധാരാളം കമൻറ്റുകളും ധാരാളം യൂട്യൂബ് വീഡിയോകളൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തിൽ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഒരു കൺസെപ്റ്റ്. അത് ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് സംഭവിക്കണം എന്നുള്ളതല്ല. പക്ഷെ ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനിടെ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഒരു വർഷത്തിനകം അല്ലെങ്കിൽ അടുത്തൊരു 6 മാസം കൊണ്ട്
ഇന്ത്യയിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് എൻ്റെ പരിമിതമായ അറിവ്. ഞാൻ ഈ എക്കണോമിസ്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വലിയ വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്താ പറയുന്നത്, അവിടുന്ന് ഇവിടുന്ന് നമ്മൾ നോക്കി കണ്ട് പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയ സംഗതികൾ എനിക്ക് എന്താണ് മനസ്സിലായത് അത് ഞാൻ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ താരിഫ് കുറച്ചത് റഷ്യൻ ഓയിൽ പർച്ചേസ് നിർത്തി എന്നതിൻ്റെ ബേസ്, അല്ലെങ്കിൽ മാക്സിമം ഓൾമോസ്റ്റ് കുറച്ചു എന്നുള്ളൊരു ബേസിലാണ് നമ്മുടെ താരിഫ് ഇപ്പോൾ നമുക്ക് കുറച്ച് തന്നിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് 25% ആ പെനാൽറ്റി കട്ട് ചെയ്യുമെന്നും അതിനുശേഷം ബാക്കി അടുത്ത ഘട്ടമായിട്ട് കുറയ്ക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്, ഇല്ലേ? പക്ഷെങ്കിൽ അങ്ങനെയല്ല, ഒറ്റയടിക്ക് തന്നെ 50% എന്നുള്ളത് ഒറ്റയടിക്ക് തന്നെ 18 കുറയ്ക്കുകയായിരുന്നു. അപ്പോൾ അതിൽ 25% ഒഫീഷ്യലായിട്ട് ഉള്ള സൈനിങ് കഴിഞ്ഞു. ബാക്കി 18 എന്നുള്ള അതിലോട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് മേ ബി മാർച്ച് മിഡോടൊക്കെ തന്നെ വരത്തുള്ളായിരിക്കും. ഓക്കെ. ഇനി എന്തായാലും അതിന് കാര്യം അത് കൺഫേം ആയെന്നുള്ളത് രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ. ഇനിയിപ്പോൾ വാട്ട് ഈസ് ദ ഫർദർ, എന്താണ് അടുത്ത ഫർദർ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത് റഷ്യയിൽ നിന്ന് ഈ ഓയിൽ വാങ്ങിക്കുമെന്നുള്ളതാണ് ചോദ്യം. അപ്പം റഷ്യയെ സത്യം പറഞ്ഞാൽ ഈ സംഭവം രണ്ട് കൂട്ടരും പറഞ്ഞിട്ടില്ല. രണ്ട് കൂട്ടരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. റഷ്യൻ ഓയിൽ കുറയ്ക്കും, അവർ വാങ്ങിക്കത്തില്ല എന്നുള്ളത് അമേരിക്ക അവിടെ നിന്ന് പറയുന്നുള്ളതല്ല, ഇന്ത്യ ഇതിനെ പ്രതികരിച്ചിട്ടില്ല. വാങ്ങൽ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ഒരു ന്യൂസ് വന്നത്, അമേരിക്ക ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ നിയോഗിച്ചു. നമ്മളിനി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ തന്നെ ഏർപ്പെടുത്തിയെന്നാണ് പുതിയ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ റഷ്യയിലോട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടാണ്. ഇന്ത്യയുടെ ഫ്ലീറ്റുകൾ റഷ്യയിൽ പോയി സാധനം വാങ്ങിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അനലിസ്റ്റുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്, ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഷാഡോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടില്ലേ, എണ്ണ, അതായത് കണക്കിൽപ്പെടാതെ അല്ലെങ്കിൽ കണ്ണ് വെട്ടിച്ച് ഓരോരോ ചെറിയ ഷിപ്പുകളിലും അല്ലെങ്കിൽ ചെറിയ ടാങ്കറുകളും ഒക്കെ ആയിട്ട് കടത്തിക്കൊണ്ടിരുന്ന പരിപാടിയുണ്ടല്ലോ. അപ്പം അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം വഴി നമുക്ക് ഇന്ത്യയിലോട്ട് റഷ്യൻ ഓയിൽ എത്തിക്കാൻ പറ്റും എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇതിന് സത്യാവസ്ഥ നമുക്കറിയത്തില്ല. ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്കിപ്പം ഒരു ഫ്ലീറ്റ് നേരെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചിട്ട് നേരെ ദുബായി പോകുന്നു, ദുബായിന് ശേഷം ദുബായിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റീറൂട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് പറയുന്നു. നമുക്ക് സത്യാവസ്ഥ നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ കറക്റ്റ് ഒരു ക്ലാരിറ്റി വരും. നമുക്ക് റഷ്യൻ ഓയിൽ ഇനി നമ്മൾ വാങ്ങിക്കുവോ കുറയ്ക്കുവോ അല്ല എങ്ങനെയാണ്, ഇത്ര പെർസെൻറ്റേജ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ എല്ലാവരും സാഹൂദം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെനസ്വേലിയൻ ഓയിൽ ഓൾറെഡി മേടിക്കാൻ ട്രംപ് നമുക്ക് അനുവാദം തന്നു. പക്ഷേങ്കിൽ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വെനസ്വേലിയൻ ഓയിൽ നമ്മൾ വാങ്ങിക്കുമ്പം ഞാൻ നാളെ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. കട്ടി കൂടിയ ഓയിലാണ് നമുക്ക് അവിടെ ഉള്ളത്. അത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. സ്പെഷ്യൽ പ്ലാന്റ് തന്നെ വേണം ഈ ഡെൻസിറ്റി കൂടിയ ഈ ക്രൂഡ് പ്രോസസ്സ് ചെയ്യണമെന്ന്. പക്ഷേങ്കിൽ ഇന്ത്യക്ക് അതിനുള്ള സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് റിലയൻസിനൊക്കെ അതിനുള്ള സംവിധാനം, ഈ സ്പെഷ്യൽ ക്രൂഡ് പ്രോസസ്സ് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്കുണ്ട്. അപ്പോൾ നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ ഏത് പ്രൈസിന് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. റഷ്യയിൽ നിന്ന് നമുക്ക് തരുന്ന അതേ പ്രൈസോ അതിൽ കുറച്ചുള്ള പ്രൈസിനോ നമുക്ക് വെനസ്വേലിയൻ ഓയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതും എന്താ പറയുക, അൺസർട്ടനിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തിലൊരു ക്ലാരിറ്റി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഓയിലിൻ്റെ കാര്യത്തിന് അതിൽ ഒരു തീരുമാനമാകും. കാരണം നമുക്ക് റഷ്യയിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. മാർജിനിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കമ്പനികൾക്ക് സംഭവം ഓടിക്കാൻ പറ്റും. ഓക്കെ. അത് ഒരു പ്രശ്നം. അപ്പോൾ അതാണ് ഒരു അൺസർട്ടനിറ്റി ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ ട്രേഡ് ഡീലുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രേഡ് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കുക, ഞാൻ ഓൾറെഡി എൻ്റെ ഒരു 1-2 മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാനിത് പറഞ്ഞു. ഓക്കെ. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് ഡീൽ വരുന്നതിന് മുന്നേ നമ്മളുടെ താരിഫ് 0 to 8% ആയിരുന്നു. 0 to 8%. നമ്മൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് അങ്ങോട്ട് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ 0 മുതൽ 8% വരെയായിരുന്നു നമുക്ക് അമേരിക്ക അടിച്ചുകൊണ്ടിരുന്ന താരിഫ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ആ സാധനമാണ് ഇപ്പം 18% ആയിരിക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്?
ആ സംഭവമാണ് 0 to 8% ഉള്ള സംഭവമാണ് ഒറ്റയടിക്ക് 18% ആയിരിക്കും. ഈ 18% ആയത് എപ്പോഴാണ്? ആദ്യം ഈ സാധനം ഈ 0 to 8% ഉള്ള സാധനം 50% ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് 25% ആദ്യം അടിച്ചു തന്നു, പിന്നെ അതിനുശേഷം 50% ആക്കി അടിച്ചു. എന്തുകൊണ്ടാണ്? നമ്മൾ റഷ്യൻ ഓയിൽ മേടിക്കുമെന്ന് പറഞ്ഞാണ് നമുക്ക് 50% താരിഫ് അടിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ 50% അടിച്ചതിന് ശേഷം ഇപ്പോൾ ഈ സമവായമൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്ക് തിരിച്ചു കിട്ടിയത് ഇപ്പം 18%. അപ്പം പണ്ട് KSRTCയിലും ഈ നമ്മുടെ ബസ് ഫെയറൊക്കെ കൂട്ടുന്നത് എങ്ങനെയാണ്? ഇപ്പം 10 രൂപയാണ് നിലവിൽ ഫെയർ ഉള്ളത്. ഓക്കെ, നമുക്കിതൊരു 12 രൂപ ആക്കണം. 12 രൂപ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ 15 രൂപ അങ്ങ് പ്രഖ്യാപിക്കും അല്ലേ? അപ്പം പിന്നെ സമരവും ബഹളവും അടിയും ബഹളവും ഒക്കെ ആകും. അവസാനം ഓക്കെ 15 രൂപ എന്നുള്ളത് 3 രൂപ കുറച്ച് 12 രൂപ. അപ്പോൾ അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. മനസ്സിലായത്? ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഓക്കെ, 0 to 9% എന്നുള്ളത് ഒറ്റയടിക്ക് 50% ആക്കി കുഴിച്ചു, 1 വർഷം ഓടിച്ചു. അതിനുശേഷം 18% ആക്കി കുറച്ച് വന്നു. അപ്പം ഇത് ആത്യന്തികമായിട്ട് നമ്മൾ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ നഷ്ടക്കച്ചവടം തന്നെ, ശരിയല്ലേ? 0 to 9% ഉള്ളതാണ് ഇപ്പം 18% ആക്കിയേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് അമേരിക്ക നമുക്ക് തരുന്ന സാധനത്തിനാണ് ഈ വില ഇട്ടേക്കുന്നത് അല്ലേ? അല്ല, ഇവിടുന്ന് നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി വയ്ക്കുന്നതിന്, ഇവിടുന്ന് നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി വയ്ക്കുന്നതിനാണ് നമ്മൾ ഈ പ്രൈസ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്ന സാധനത്തിന് നമ്മൾ ഏകദേശം 10 മുതൽ 140% വരെയാണ് ടാക്സ് അടിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഫോറിൻ കാറുകൾ അല്ലേ, പിന്നെ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ പോലുള്ള ബൈക്കുകൾ, ഇവയ്ക്കൊക്കെ 80%, 100% ഒക്കെ ആണ് അതിൻ്റെ താരിഫ് ഇന്ത്യ ഇട്ടിരുന്നത്. അതായത് ഒരു ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്ക് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കണം എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വിലയുടെ അത്രയും തന്നെ നമ്മൾ ടാക്സ് കൊടുക്കണം. ആ സ്ഥാനത്ത് അമേരിക്ക നമുക്ക് ചാർജ് ചെയ്യുന്നത് 0 to 8%, 9% ആയിരുന്നു. കാര്യം മനസ്സിലായില്ല. അതുപോലെ തന്നെ വിസ്കി, വൈന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏകദേശം 80%, 100%, 40% ഒക്കെ ടാക്സ് അടിച്ചാണ് സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ സംഭവമെല്ലാം വളരെ മിനിമൽ താരിഫായിട്ട് മാറി. പക്ഷേ അതിൻ്റെ കറക്റ്റ് കാറ്റഗറൈസേഷൻ വന്നിട്ടില്ല ഇതിലായിട്ട്. അതിൻ്റെ ലിസ്റ്റ് മൊത്തം പുറത്ത് വന്നെങ്കിലും നമുക്ക് അറിയത്തുള്ളൂ ഏതിനൊക്കെ എത്രയൊക്കെ ടാക്സ് ആണ് അടിച്ചേക്കെന്നുള്ള കാര്യം നമുക്ക് അറിയത്തുള്ളൂ. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ടാക്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം ഇറക്കുമതി ചെയ്യുന്നതിനും എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലപോലെ ടാക്സ് കുറച്ചിട്ടുണ്ട്. 0% എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, 0% ഒന്നുമല്ല, എങ്കിലും ഒരു മിനിമലായിട്ടുള്ള ടാക്സ് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ തന്നെ 50, 60, 80, 100, 140 ഒന്നും കാണത്തില്ല. ജസ്റ്റ് 10, 20, 25, 30 വരെയൊക്കെ മാക്സിമം ആകാനുള്ള സാധ്യതയുള്ളൂ. അതിൻ്റെ കറക്റ്റ് മൊത്തം പേപ്പറും ആ കോൺട്രാക്റ്റും മൊത്തം പുറത്ത് വന്നെങ്കിൽ നമുക്ക് ലിസ്റ്റ് വൈസ് വന്നെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ സംഭവത്തിൽ ദീർഘകാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വൻ നഷ്ടമാണ് ഈ കേസ് കെട്ട്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നമ്മൾ ഇപ്പം വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ 1000 പോയിൻ്റൊക്കെ കയറി, ശരിയാണ്. 50% പെട്ടെന്ന് 18% ആയപ്പോൾ അതിനോട് പ്രതികരിച്ച് മാർക്കറ്റ്. പക്ഷേങ്കിൽ ഇത് മുന്നോട്ട് പോകും തോറും ഈ കച്ചവടം ഇന്ത്യക്ക് നഷ്ടമാകാനാണ് സാധ്യത വളരെ കൂടുതൽ. പക്ഷേങ്കിൽ ഇവിടെ ഇന്ത്യ വേറൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്തു. അതായത് നമ്മളുടെ പ്രോഡക്റ്റുകൾ ഈ അമേരിക്കയിലോട്ട് മാത്രം കയറ്റിക്കുന്നതിന് പകരം വിവിധ രാജ്യങ്ങളിലോട്ട് ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് വിട്ടു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ EU കരാർ വന്നു കഴിഞ്ഞപ്പം, യൂറോപ്യൻ യൂണിയനോട്ടുള്ള കരാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പല സാധനങ്ങളും അമേരിക്കയിലോട്ട് കയറ്റി വിട്ടേക്കുന്ന പല സാധനങ്ങളും വേറെ മറ്റ് പല രാജ്യങ്ങളിലോട്ടും കയറ്റുമതി ചെയ്യാനും നമുക്ക് അങ്ങനെ ഒരു വരുമാനം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 8-9 രാജ്യങ്ങളുമായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നമ്മൾ ട്രേഡ് ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏരിയയിലോട്ട് പോകുന്ന സാധനം പലയിടത്തോട്ട് പോകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയ മാർജിൻ പ്രഷർ ഇന്ത്യയിലെ കമ്പനികൾക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എങ്കിലും പഴയ പോലുള്ള ബെനിഫിറ്റ് എന്തായാലും കാണത്തില്ല. അപ്പോൾ ഇതിനകത്തിലിപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് താരിഫ് അടിച്ച് കിട്ടിയത് ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇപ്പം 18% താരിഫ് എന്ന് പറയുമ്പം ടെക്സ്റ്റൈൽ, നമ്മളിപ്പോൾ കിറ്റെക്സ് മാതിരിയൊക്കെയുള്ള, അതുകൊണ്ടാണ് കിറ്റെക്സ് ഒക്കെ പറഞ്ഞത് 50% പെട്ടെന്ന് 18% ആയപ്പം 2-3 ദിവസം അപ്പുറത്ത് യൂസ് അടിച്ചു. അപ്പം ടെക്സ്റ്റൈൽ, ലെതർ, റബ്ബർ, പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം 18% തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുത്തേ ഒക്കത്തുള്ളൂ. പിന്നെ നമുക്ക് എക്സംഷൻ ഉള്ളത് 0 താരിഫ് എന്ന് പറയാനുള്ളത് എയർക്രാഫ്റ്റിൻ്റെ പാർട്സ്, അല്ലെ ഓട്ടോമൊബൈൽ പാർട്സ്, ജനറിക് മെഡിസിൻസ്, പിന്നെ ജെംസ് ആൻഡ് ജ്വല്ലറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് 0 താരിഫ്, അല്ലെ ചെറിയ വെരി നോമിനൽ താരിഫായിട്ട് വന്നേക്കുന്നത്. അതായത് അവർക്ക് ഗുണമുള്ള സാധനങ്ങൾ, അമേരിക്കയ്ക്ക് ഗുണമുള്ള സാധനങ്ങൾ, അതിനൊക്കെ താരിഫ് ശരിക്കും കുറച്ചിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ താരിഫ് നമ്മൾ കൊടുത്തു തന്നെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
അടുത്ത ക്വാർട്ടറുകൾ വരുമ്പോൾ, ഇപ്പോൾ ഈ ക്വാർട്ടറുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അറിയണമെങ്കിൽ നമുക്ക് 2 ക്വാർട്ടർ കഴിയണം. 2 ക്വാർട്ടർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഓരോ കമ്പനികളുടെ മാർജിൻ പ്രഷർ എത്രമാത്രം ഉണ്ട്, അവരുടെ പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പം ദൂരവ്യാപകമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല പ്രതിസന്ധികളും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉടനെ സംഭവിക്കുന്നതല്ല ഞാനീ പറയുന്നത്. പക്ഷെങ്കിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയതിന് ശേഷം, ഇപ്പം മാർക്കറ്റ് വിടുന്ന എൻ്റെ ഒരു കണക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പുഷിന് വേണമെന്ന് ചിലപ്പോൾ 26,000 26,500 27,000 വരെയും പോയെന്നിരിക്കാം. പക്ഷേ 27,000 എത്തിയാലും അവിടുന്ന് തിരിച്ച് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത നമ്മൾ എപ്പോഴും മുന്നിൽ കാണാം. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ ഒരു കോഷൻ എടുക്കേണ്ട സാഹചര്യമുണ്ട്. മാർക്കറ്റ് എത്ര മുകളിലോട്ട് പോയാലും ഏത് നിമിഷവും മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടത്തെ മാതിരി മൾട്ടി ബാഗറിനൊന്നും നോക്കിയിരിക്കരുത്. പണ്ടായിരുന്നു മൾട്ടി ബാഗർ. ഇപ്പം മൾട്ടി ബാഗർ പരിപാടി ഒന്നുമില്ല. നിങ്ങൾക്കൊരു ന്യായമായിട്ടുള്ള 10, 15, 20% കിട്ടുമ്പം നിങ്ങൾ ഇറങ്ങുക. പിന്നെയും താഴെ വരുമ്പം നിങ്ങൾക്ക് വീണ്ടും അവിടെ ആ സ്റ്റോക്കിൽ തന്നെ എൻട്രി എടുക്കുക. അങ്ങനെ റീ എൻട്രി എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇൻഫോസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1400, 1300 വരെ വന്നതിന് ശേഷം ഇപ്പോൾ 1600, 1650 വരെ പോയി ഇല്ലേ. അവിടുന്ന് വീണ്ടും തിരിച്ചിപ്പോൾ 1500 ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഏകദേശം TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2800 വരെ വന്നായിരുന്നു ഇല്ലേ. 2800 ഇപ്പോൾ 3200, 3300 വരെ പോയി. ഏകദേശം 10, 20, 25% മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ച് 3000 റേഞ്ചിലോട്ട് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് മൾട്ടി ബാഗർ പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാലോ ജന്മത്ത് നമുക്ക് അവിടെ ഊരി പോരാൻ പറ്റും. അപ്പോൾ അതേസമയം നമ്മൾ 10, 15, 20% ബുക്ക് ചെയ്ത് വീണ്ടും ആ സ്റ്റോക്കിൽ തന്നെ റീ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സമയാസമയങ്ങളിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഫോർജ് ഏകദേശം 1600 മുതൽ 2000 റേഞ്ച് വരെയാണ് അതിൻ്റെ റേഞ്ച് ഇല്ലേ. ഇപ്പോൾ ഒരു 2 or 3 പ്രാവശ്യം ഇപ്പം 1600, 2000 റേഞ്ചിൽ പോയി. അപ്പം നമ്മുടെ കൂടെയുള്ള പലരും അതിൽ ആ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും വീണ്ടും റീ എൻട്രി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1500, 1550 റേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം അതൊരു നല്ല ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് മുകളിലോട്ട് പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ ആ സ്റ്റോക്കുകൾക്ക് ഉണ്ട്. ഈ പറഞ്ഞ ഇൻഫി ആയാലും TCS ആയാലും ഈ IT സ്റ്റോക്കുകൾ ആരെയാണ് പറയുന്നത്, കാരണം അതാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ റിലയൻസ് ഇപ്പോൾ നല്ല രീതിയിൽ താഴെ പോയി 1400, 1350, 400 റേഞ്ചിലൊക്കെ വന്നു. അപ്പോൾ അവിടെ നമുക്കത് വാങ്ങിക്കായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ 2 ദിവസം കൊണ്ട് അത് തിരിച്ച് കയറിപ്പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ, അതായത് നല്ല ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നല്ല വാല്യുവേഷനുള്ള സ്റ്റോക്കുകളിൽ ലാർജ് ക്യാപ്സുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സമയങ്ങളിൽ 15 ആയാലും 20% ആയാലും 10% ആയാലും സമയാസമയങ്ങളിൽ നമ്മളത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അവിടെയാണ് ന്യായത്തിൻ്റെ പ്രസക്തി. ഞാൻ പറഞ്ഞാൽ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഇനിയും മാർക്കറ്റിനെ മുന്നോട്ട് പോകണം. അപ്പം ദൂരവ്യാപകമായിട്ട് നമുക്ക് ഈ ട്രേഡ് ഡീൽ കൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ MSME സെക്ടറുകൾക്ക് വലിയ ഗുണം ചെയ്യും. കാരണം അവർക്ക് അവരുടെ എക്സ്പോർട്ടുകൾ വിപുലപ്പെടുത്താൻ വേണ്ടി സർക്കാർ അവരെ സഹായിക്കുകയും അതിനുള്ള ടാക്സ് എക്സംഷനൊക്കെ കൊടുക്കുകയും ചെയ്യാം. MSME പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറയാം, എന്താ പറഞ്ഞറിയില്ലോ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. ഓക്കെ, അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള കൊച്ചു ഫേമുകൾക്ക്, സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വളരെയധികം ഇന്ത്യയിലേക്ക് വളരെയധികം വരുമാന സാധ്യതകൾ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഈ ട്രേഡ് ഡീലിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എത്രത്തോളം ഇത് സക്സസ് ആകും, അല്ലെങ്കിൽ എത്രത്തോളം ഇതിൻ്റെ ഒരു മുന്നേറ്റം മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ചാർട്ടിലോട്ട് പോകാം. ചാർട്ടിലോട്ട് പോയി കഴിയുമ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ അടുത്ത ഗതി എങ്ങോട്ടാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളുടെ ഡെയിലി ക്യാൻഡിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിട്ടുള്ള സംഭവം അല്ലേ, ഇത് നമ്മുടെ ഡെയിലി ക്യാൻഡിലാണ്. ഡെയിലി ക്യാൻഡിലുകൾ നോക്കുമ്പം നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മളുടെ ഈ ട്രെൻഡ് ലൈൻ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയി അല്ലേ. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലാണ് ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇപ്പം നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150 പോയിന്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ്പ് അപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, ഇന്നലത്തെ പിന്നെ US മാർക്കറ്റിൻ്റെ പറക്കലും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 150 പോയിന്റ് അപ്സൈഡിലാണ് ഇപ്പം നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത്
നമുക്കൊരു പക്ഷേ 25 800 ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കണ്ടെന്നിരിക്കാം. ഇപ്പം 693 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, മേ ബി ഒരു 200 പോയിൻ്റൂടെ ഒക്കെ ട്രാവൽ ചെയ്ത് ചിലപ്പം 800 900 ഒക്കെ ആ റേഞ്ച്, അത് നമുക്ക് ഇൻട്രാഡേ വരുമ്പോൾ നമുക്ക് നോക്കാം. ഒരു പക്ഷേ എത്തിയിരിക്കാം. എനിവേ, അടുത്ത കടമ്പ കടക്കണമെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഡെയിലി വൈസിൽ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അടുത്ത സ്റ്റെപ്പ് ഓഫ് റാലി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഡെയിലി വൈസിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് ഡെയിലി വൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഒരു ഫർദർ സ്റ്റെപ്പ് റാലി നമുക്ക് വീണ്ടും ഇവിടെ കാണാം. ഇല്ലെങ്കിൽ 26 100 ആ റേഞ്ചിൽ വരുമ്പോൾ 26 100 റേഞ്ചിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതുപോലെ സംഭവിച്ച ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ അതുപോലെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, ഒരു നല്ല പുഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അങ്ങ് മുകളിലോട്ട് കയറി പോകാനും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത പുതിയ ഓൾ ടൈം ഹൈ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം US മാർക്കറ്റ് ഏകദേശം ഇന്നലെ ട്രംപ് പറഞ്ഞത് 50,000 കടന്നു, ഞങ്ങളുടെ മാർക്കറ്റ് നോക്കൂ 50,000 കടന്നു എന്ന് പറഞ്ഞ് വലിയൊരു ഡയലോഗ് ഇന്നലെ നമ്മളുടെ ട്രംപ് പറഞ്ഞു. നമുക്ക് നമ്മുടെ നിഫ്റ്റിയുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ജസ്റ്റ് നമ്മുടെ ഡൗ ജോൺസിൻ്റെ ഇതിനകത്തുള്ള ഒന്ന് ആഡ് ചെയ്യാം. ഇതാണ് ഈ കാണുന്ന ബ്ലൂ ആണ് ഡൗ ജോൺസ്. ഈവൻ നമ്മുടെ നിഫ്റ്റി. ഓക്കെ, ഈ ഡൗ ജോൺസിൻ്റെ കളർ ഒന്ന് മാറ്റാം. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഒന്നിച്ച് യാത്ര തുടങ്ങിയവരാണ് ഏകദേശം ഒരു ലെവലാണ് പറഞ്ഞത്, ഈ നമ്പറല്ല ഉദ്ദേശിക്കേണ്ടത്. ഒരേ ലെവലിൽ ഏകദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഏരിയയിൽ യാത്ര തുടങ്ങിയവരാണ് ഏകദേശം കഴിഞ്ഞ വർഷം ഡൗ ജോൺസും നിഫ്റ്റിയും തമ്മിൽ ഒരേ ഏരിയയിൽ യാത്ര തുടങ്ങിയവരാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാ നോക്കി കണ്ടോ, രണ്ടും ഏകദേശം ഒരേ ഏരിയയിലാണ്. പക്ഷേങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറന്ന് നമ്മളുടെ ഡൗ ജോൺസ് ഏകദേശം ഈ വർഷം തന്നെ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25% റിട്ടേൺ കൊടുത്തു. 25%. അതേസമയം ഇവർ തമ്മിൽ ഒന്നിച്ച് യാത്ര തുടങ്ങിയതിന് ശേഷം 25%-അടുത്ത് ഡൗ ജോൺസ് റിട്ടേൺ കൊടുത്തപ്പോൾ നമ്മുടെ അണ്ണൻ വെറും 6% മാത്രമാണ്. 6%. ആ 22,000 ഒക്കെ പോയതിന് ശേഷം മുകളിലോട്ട് കയറി ആ കയറ്റമാണ് ഈ പറയുന്നത്. വെറും 6% മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഈ ഡൗ ജോൺസ് പറന്നുപോയി, നമ്മളിപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പം നമുക്കിനി ഒരു ഫർദർ റാലി വരണം. അത് എന്ന് വരും എന്നുള്ളതാണ് ചോദ്യം. വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു റാലി കാണാൻ പറ്റൂ. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്താൽ, ഓക്കെ, ഇപ്പോൾ 26 340 380 ആ റേഞ്ചിലാണ് നമ്മൾ ഒരു പഴയ ഓൾ ടൈം ഹൈ കിടക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് 26 500 കടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് 27,000 ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അത് എന്ന് കാണും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ഒരു റാലിയിൽ, ഇപ്പോഴത്തെ ഈ ഒരു ബൂസ്റ്റപ്പിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ ഇല്ലെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പോട്ടെ, നമുക്ക് ഇനി ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ മാർക്കറ്റിലോട്ട് വരാം. നമ്മുടെ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ലാഗ് അടിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിരുന്ന നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്ന നമ്പറാണ് ഈ 25 687 എന്ന് പറയുന്ന ഒരു തലവര. ഞാൻ അവസാനം പറഞ്ഞു, ഈ നമ്പറാണ് നമുക്ക് പ്രധാനപ്പെട്ട, നിങ്ങൾ വരച്ചിടുക, ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു നമ്പർ 687. ഇത് തീരുമാനിക്കും മാർക്കറ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം, ഇല്ലേ? മാർക്കറ്റ് കഴിഞ്ഞ ദിവസം 25 500 വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് റീബൗണ്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ അതേ 25 687 തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ വീണ്ടും ഇത് തന്നെ സംഭവം. ഈ 687 തന്നെ ആയിരിക്കും നമ്മളുടെ തലവരയായിട്ട് നിൽക്കാൻ പോകുന്നത്. നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അതായത് 817 മുകളിലാണ് മാർക്കറ്റ്. ഇപ്പോഴത്തെ നിലവനുസരിച്ച് 150 പോയിന്റ് ഗ്യാപ്പ് അപ്പാണ്. അപ്പോൾ 150 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 817 മുകളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇവിടെ നിൽക്കണം, ഇവിടെ നിലനിൽക്കണം. 817 നിലനിന്നെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അടുത്ത റൗണ്ട് റാലി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ 817 നാളെ തിങ്കളാഴ്ച നിലനിർത്തുന്നുണ്ടെന്ന് നോക്കുക. ഇല്ല, ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഈ 657 എത്തും.
അതിനുശേഷം ഇവിടെ വന്നിട്ട് ശേഷം വേണേൽ മാർക്കറ്റ് തിരിച്ചു കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു അപ്സൈഡ് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്സൈഡിലോട്ട് മുകളിലോട്ടൊരു ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 817 മാർക്കറ്റ് നില നിൽക്കണം. മനസ്സിലായി പറഞ്ഞ് 817 മാർക്കറ്റ് നില നിന്നെങ്കിൽ മാത്രമേ ഞാൻ ആ പേന എടുത്തിട്ട് ഓക്കെ 800 ഈ ഏരിയയിൽ മാർക്കറ്റ് നിലനിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് കട്ടി നേരെ തിരിച്ചിങ്ങനെ കയറി പോകണം. ഇങ്ങനെ കയറിപ്പോയെങ്കിൽ നമുക്കൊരു അപ്സൈഡ് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല, ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ട് ട്രേഡ് നോക്കാം. ഇതിന് തൊട്ട് മേളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ട്രേഡ് നോക്കാം. നമ്മുടെ ടാർഗറ്റ് ഇവിടം വരെ ആയിരിക്കും വന്നാൽ ഇല്ലെങ്കിൽ ഈ താഴോട്ട് ട്രേഡ് നോക്കാത്തവരെ ഇവിടം വരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വന്നതിന് ശേഷം നേരെ മേലോട്ട് ട്രേഡ് എടുക്കുക. ഇവിടെ നോക്കുക എന്ത് സംഭവിക്കും, പ്രൈസ് ആക്ഷൻ നോക്കുക, ഈ ഏരിയയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇവിടുന്ന് പൊട്ടി താഴെ പോവോ, ഇവിടുന്ന് മുകളിലോട്ട് പോകും. ഇവിടുന്ന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അല്ല ഇവിടെ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് തട്ടി നേരെ തിരിച്ച് കയറി പോകുമ്പോൾ ആ ട്രേഡ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും. മനസ്സിലായി പറയും. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്ലാൻ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ 817 സസ്റ്റെയിൻ കഴിഞ്ഞാൽ 903 ഒരു പക്ഷേ നാളെ തന്നെ 26,000 കാണാനോ 26,011 ഓർമ്മയുണ്ടല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ലൈൻ 26,011. ആ 26,011 എത്താനുള്ള സാധ്യത ഉണ്ട്. നാളെ തന്നെ ഒരു പക്ഷേ 26,011 എത്താൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം 25,697 മാർക്ക് നിൽക്കുന്നത്. 300 പോയിന്റ് ഏകദേശം 300-310 പോയിന്റ് ട്രാവൽ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നും ഉള്ള സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. അപ്പം നമുക്ക് നോക്കാം തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. 817 മുകളിൽ നമുക്ക് കിട്ടുമോ ഇല്ലെന്നുള്ളതാണ് കറക്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്ക് നോക്കാമെങ്കിൽ റിലയൻസ് അവസാന നിമിഷം നമുക്ക് പെർഫോം ചെയ്തു. താഴെ പോയ സാധനമാണ് കണ്ടോ, താഴെ പോയ സാധനമാണ്. ലാസ്റ്റ് മൊമെൻറ്റിലാണ് റിലയൻസ് പെർഫോം ചെയ്ത് ഏകദേശം 434 നിന്ന് ഏകദേശം 434 നിന്ന് 16-18 പോയിൻ്റൂടെ ട്രാവൽ ചെയ്ത് ഒരു നല്ല ക്ലോസിങ് നമുക്ക് തരാൻ നമുക്ക് ചാൻസ് തന്നത് റിലയൻസ് ആണ്. അതുപോലെ തന്നെ HDFC എല്ലാവരും താഴെ പോയെങ്കിലും ആ നമ്മുടെ ലൈൻ സസ്റ്റെയിൻ ചെയ്ത് 940 എന്ന് പറഞ്ഞൊരു നമുക്കൊരു മെയിൻ ലൈൻ ഉണ്ടെന്ന് HDFCയിൽ. ആ ലൈന് അവർ മാനേജ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം HDFCക്ക് ഇനി മുകളിലോട്ട് കയറണമെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് റാലി നമുക്ക് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല നമ്മളുടെ HDFC ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഓൾമോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പം മേലോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒന്ന് കയറി വന്നെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി കൂടെ അതിൻ്റെ കൂടെ കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്, ബാങ്ക് നിഫ്റ്റി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് നിഫ്റ്റി ഒന്ന് കയറി വരാൻ വേണ്ടി. അപ്പോൾ രണ്ടുപേരോട് ഒന്നിച്ച് തോളക്കായിട്ട് വേണം മേലോട്ട് കയറി പോകാൻ. അതുപോലെ തന്നെ SBIൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വെടിക്കെട്ട് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. മാർക്കറ്റിനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് SBI ഒരു പക്ഷെങ്കിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ബോധ്യം ഉണ്ടാകത്തുള്ളൂ. IT നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ TCS അത് നോക്കിയേ 3000 താഴെ വന്നു. രണ്ടിലും നമുക്ക് ഒരു എന്താ പറയുക എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് ഞാൻ പറയാം. ഇൻഫീൽ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇൻഫീലും TCSലൊക്കെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ ഫ്ലാറ്റ് ആയിരുന്നു ഇൻഫി, ഏകദേശം ചെറിയൊരു നെഗറ്റീവ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ചെറിയൊരു അപ്സൈഡ് കിട്ടി. പക്ഷേ ഇനി ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്തായാലും തിങ്കളാഴ്ച മാത്രമേ IT ഒരു ഗതി നോക്കിയിട്ട് നമുക്ക് അതിലൊരു ട്രേഡിനെ പറ്റി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ IT പെർഫോം ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയും മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. 60,000 അടുത്ത് നിൽക്കുകയാണ്. 60,112 60,120 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പുഷ് കിട്ടുവാണെങ്കിൽ 360 മുകളിൽ പോകും. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ അധികം അങ്ങോട്ട് ട്രേഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാത്തത്. എങ്കിലും നമ്മുടെ റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഫർദറായിട്ട് മുകളിലോട്ടൊരു അപ്സൈഡ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് 60-360 നോക്കാം. 60-360 മുകളിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്ത് ഒരു പ്രൈസ് ആക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിലോട്ട് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട്. നമ്മൾ പ്രധാനപ്പെട്ട സംഭവമാണ് മിഡ് ക്യാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി പലർക്കും കിട്ടി. ധാരാളം പേര് മെസ്സേജ് അയച്ചു. നമ്മുടെ ലെവൽ 13,500 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് പോയി നല്ല രീതിയിൽ പ്രോഫിറ്റ് പലരും ബുക്ക് ചെയ്യുന്ന മെസ്സേജ് അയച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് BSE തന്നെയാണ്. BSE നല്ലപോലെ താഴെ പോയതിന് ശേഷം നല്ലൊരു റാലി നടത്തി. ഇതിനകത്ത് ഞാൻ BSEക്കകത്ത് ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ലെവൽ നോക്കിയേ 2233 പറഞ്ഞ ഒരു ലെവൽ 1 സപ്പോർട്ട് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ പോയി 2907 ഏകദേശം ഒരു 80 പോയിൻറ്റിൻ്റെ ഒരു
അപ്സൈഡ് റാലി ബോട്ടത്തിൽ നിന്ന് മിഡ് ക്യാപ്പിന് കിട്ടി. ഇങ്ങനെ BSE ഇവിടുന്ന് ഇങ്ങനെ കയറിയത് കൊണ്ടാണ് മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ താഴെ പോയിട്ട് പെർഫോം ചെയ്തത്. നമുക്ക് ഈ മിഡ് ക്യാപ്പിൽ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ പൊട്ടിയായിരുന്നു. ഏകദേശം ഒരു 200 പോയിന്റിനടുത്ത് 664 664 165 160 പോയിന്റോളം പൊട്ടി. 160 പോയിന്റോളം പൊട്ടിയിട്ടാണ് പിന്നെ ഇവൻ അതുപോലെ തന്നെ തിരിച്ച് കയറി ഒരു V ഷേപ്പ് റിക്കവറി നൽകിയത്. അപ്പം അതിനകത്തിൽ പെർഫോം ചെയ്തത് BSE ആണ്. BSE ഒറ്റ ഒരാളാണ് തോളിലേറ്റി പിന്നെ മിഡ് ക്യാപ്പിനെ കൊണ്ടുപോയി. അതിൻ്റെ കൂടെ തന്നെ ഡിക്സണും സഹകരിച്ചു. ബാക്കി എല്ലാവരും ന്യൂട്രൽ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫോർജാണ്. കോഫോർജും പെർസിസ്റ്റന്റ് സിസ്റ്റവും കുമിൻസും ഒക്കെ നാളെ ഡിക്സണും ഒക്കെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് എടിപിടിയിൽ നിന്ന് കയറിപ്പോവും. ഒരു സംശയമില്ല. 14,000 അടിക്കാൻ വലിയ താമസമൊന്നും വേണ്ടി വരത്തില്ല. പക്ഷേ ഇവരൊക്കെ ഒന്ന് സഹകരിക്കണം. അതുപോലെ ഹീറോ മോട്ടോകോപ്പ് വെറും തറയെ നിൽക്കുകയായിരുന്നു അല്ലേ. നമ്മൾ ഡേ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും താഴെ പോയി. ഓക്കെ കണ്ടോ, നല്ല ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം വന്ന് ഹീറോ മോട്ടോകോപ്പ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുക. 573 53 ഒന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് ഈ റാലി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പിൽ നല്ലൊരു അപ്സൈഡ് കാണാൻ പറ്റും. അപ്പം ഈ ഹീറോ മോട്ടോകോപ്പും BSEയുടെ റിസൾട്ട് തിങ്കളാഴ്ച വരികയാണ്. അപ്പം അവിടെ നല്ല റിസൾട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പറക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം തിങ്കളാഴ്ച ചെയ്യാൻ. തിങ്കളാഴ്ച BSEയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ആഴ്ച ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇപ്പോൾ നാളെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നിങ്ങൾ നോക്കുമ്പം ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഗ്യാപ്പ് അപ്പാണ്. ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിനുശേഷം ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം ബാക്കി ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ തിങ്കളാഴ്ച ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.